ഹായ് അസ്സലാമു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വയനാട്ടിൽ നല്ല മഴയാണ് കേട്ടോ, എല്ലായിടത്തും മഴയാണെന്നാണ് കേട്ടത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റതും മുറ്റടിക്കാനൊന്നും ഇറങ്ങാൻ പറ്റിയില്ല, കാരണം നല്ല മഴയാണല്ലോ. അപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പൂരി ഉണ്ടാക്കി, അതുപോലെ മുട്ട റോസ്റ്റും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ രാവിലത്തെ അടുക്കളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ടിരുന്നു. അകൊക്കെ ഒന്ന് അടിച്ചു വാരി ഫിദമോള് വേഗം തുടക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അലക്കാൻ ഉള്ള പരിപാടിയിൽ മഴയൊന്ന് ചോരട്ടെ എന്ന് വിചാരിച്ചു. ഇനി വേഗം കുക്കിംഗ് പരിപാടി തന്നെ വേഗം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ബീഫുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വലിയ ജീരകമൊക്കെ ചതച്ചതാണ്. അതുപോലെ ഉള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ചേർത്ത് നമ്മൾ ബീഫ് കഴുകി ക്ലീനാക്കി ബീഫും ചേർത്ത് നന്നായി കുഴച്ചതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫ് വേഗം പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലേക്ക് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിൽ ഒഴിക്കുന്നുണ്ട്. നമ്മൾ റേഷനരി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. റേഷനരി ഏകദേശം ഒരു 3 മണിക്കൂറോളം ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം, വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ അളവിലെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ സമയം കൊണ്ട് നമുക്ക് ബീഫൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബീഫ് വെന്ത് നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്ന സമയത്ത് നമ്മൾ റേഷനരി നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സമയം നമ്മൾ പപ്പട പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഏകദേശം ഒരു 3/4 വേവാകുന്ന സമയത്ത് ഈ ഒരു ബീഫ് മസാല അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണ, നെയ്യ് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് തയ്യാറായിട്ടുണ്ട്. ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഇറച്ചിച്ചോറ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറച്ചിച്ചോറ് വെക്കും പോലെയല്ല ഞാനിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കറിയോ അച്ചാറോ ഒന്നിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം എരിവുള്ളത് തന്നെ പപ്പടം മാത്രം മതി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക് യു.